ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യമാണ്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയാൽ ആ പുസ്തകങ്ങൾ എത്ര എഴുതിയാലും തീരുകയില്ല എന്ന് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ രേഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ നമ്മൾ വായിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നുണ്ട്. എത്ര എണ്ണം എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ രേഖപ്പെടുത്തിയത് കിട്ടിയത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്നാൽ അത്ഭുതത്തിൻ്റെ ആരംഭ അത്ഭുതം ഏതാ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഈ വേദഭാഗത്തിൽ നിന്ന് കിട്ടുന്നു. അത് യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത ഒരു അത്ഭുതം. അപ്പോൾ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ ആ കുടുംബത്തിനകത്ത് നടന്ന വിരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ വീഞ്ഞ് തീരുകയും ആ വീഞ്ഞ് തീരുമ്പോൾ ആ കുടുംബത്തിന് ആ കാലഘട്ടത്തിലുണ്ടാകാവുന്ന ഒരു അപമാനം, ആ കുടുംബത്തിനകത്തുണ്ടാകാവുന്ന ഒരു ദുഃഖം, വലിയ സന്തോഷത്തിന് സമയത്ത് അവർ നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം, അതൊക്കെ യേശു ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് മാറിക്കിട്ടി എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് ഏറ്റവും ചിന്തനീയമായൊരു വിഷയമാണ്. ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നാം അറിയുക, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ശൂന്യതകൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, നാം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം മാറുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പത്രോസിൻ്റെ ശൂന്യമായ പടകിൽ യേശു കയറി എന്നുള്ളതാണ് ആ പടക് നിറഞ്ഞ പടകായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഇടിമക്കളായിരുന്ന സബദിപുത്രന്മാർ നോക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷക്കാരായി മാറുന്നതും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂനിയായി 18 വർഷം നടന്ന ആ സ്ത്രീ യേശു ആലയത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അവളുടെ കൂന് നിവർന്ന്, അല്ലെങ്കിൽ അവൾ നിവരെ നിന്ന് ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. യേശുവിൻ്റെ അത്ഭുതങ്ങളൊന്നും തന്നെ യേശു തന്നെ വെളിപ്പെടുത്തുവാനല്ല ചെയ്തത്, ആവശ്യങ്ങളുടെ മുഖത്ത് നടക്കപ്പെട്ട അത്ഭുതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു യേശുവിലൂടെ അത് അത്ഭുതമായി മാറിയത്. 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. ചില കണക്ക് പറയുന്ന 10,000-20,000 പേര് കാണുമെന്ന്. കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, പിന്നെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത്രയും പേര് കഴിച്ച് ശേഷിപ്പിക്കാൻ കാരണം അവരുടെ വിശപ്പായിരുന്നു. യേശു നോക്കിയപ്പോൾ വിശന്നിരിക്കുന്ന അവരെ കണ്ടിട്ടു ഹല്ലേലൂയ ആ വിശപ്പടക്കുവാനായിരുന്നു യേശുവിൻ്റെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നയീൻ പട്ടണത്തിൻ്റെ വഴിത്താരയിലൂടെ ഒരു വിധവ കരഞ്ഞുകൊണ്ടുവരുന്നു. തൻ്റെ ഏകജാതനായ ഹല്ലേലൂയ തനിക്ക് ആകെയുള്ള ഒരാൺ പൈതൽ ആ ശവമഞ്ചത്തിൽ കിടക്കുകയാണ്.
യേശു അടുക്കിലേക്ക് ചെന്ന് ആ ശവമഞ്ചത്തെ തൊടുകയും ആ ബാലൻ എഴുന്നേൽക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഒരിക്കലും താൻ വലുതെന്ന് കാണിക്കുവാനല്ല ആ മാതാവിൻ്റെ കരച്ചിൽ, ആ മാതാവിൻ്റെ ഒറ്റപ്പെടൽ യേശു കണ്ടു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നാം അറിയേണ്ടത്. അപ്പോൾ എത്രയോ കാര്യങ്ങൾ നമുക്ക് യേശു ഉള്ളതുകൊണ്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും യേശു ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്രയും ധന്യമായ അനുഭവം. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ 2 ചിന്തകൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കണം, ഇവിടെ യേശു തൻ്റെ ഈ അത്ഭുതത്തിൽ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കൽപ്പാത്രങ്ങൾ എന്ന് വെച്ചാൽ യഹൂദൻ ഒരിക്കലും തൻ്റെ വീട്ടിനകത്തേക്ക് കയറ്റുവാനല്ല, അവരുടെ കാൽ കഴുകുവാൻ എന്നും വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രമാണ്. യേശു തൻ്റെ ഈ അത്ഭുതത്തിൽ ഉപയോഗിച്ച ഒന്ന് കൽപ്പാത്രമായിരുന്നു. ആരും പരിഗണിക്കാത്ത, ആരും വലുതായിട്ടൊന്നും വലിയ പരിഗണന കൊടുക്കാത്ത ഒന്നാണ് കൽപ്പാത്രം. അതെന്നും വെയിലും മഴയും കൊണ്ട് വെളിയിൽ കിടക്കും. 2, ശുശ്രൂഷകന്മാർ. പ്രൈസ് ദി ലോർഡ്. വിരുന്നുവാഴിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആൾ. ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പണി ചെയ്യുന്ന ആൾക്കാർ. ഹല്ലേലൂയ. നോക്കണം, അവഗണിക്കപ്പെട്ട ആൾക്കാരെയാണ്, അല്ലെങ്കിൽ സ്തോത്രം, ആ കൽപ്പാത്രത്തെയും ശുശ്രൂഷകന്മാരെയാണ് യേശു ഈ അത്ഭുതത്തിൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ അറിയണം. ദൈവമക്കളെ, കർത്താവിൻ്റെ ശുശ്രൂഷകൾ നമ്മൾ പലപ്പോഴും ഞാൻ പഠിക്കാറുണ്ട്. യേശു എപ്പോഴും പരിഗണിച്ചത് അവഗണിക്കപ്പെട്ടവരെ. രക്തസ്രാവക്കാരിയ സ്ത്രീയെ നോക്ക്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടത്. കുഷ്ഠരോഗികളെ, ഹല്ലേലൂയ, കാഴ്ചയില്ലാത്ത കുരുടൻ, വഴിയരിയിലിരുന്ന് നിലവിളിക്കുന്ന കുരുടനെ നോക്ക്, അവഗണിക്കപ്പെട്ടവന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സക്കായി ചുങ്കക്കാരൻ, ആ ചുങ്കക്കാരെ പൊതുവെ അറിയപ്പെടുന്നത് പാപികളെന്നാണ്. അവരെ ആ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ കൂട്ടാറില്ല, മാറ്റി നിർത്തിയിരിക്കുന്ന. യഹൂദന്മാർക്ക് അവർ അറപ്പാണെങ്കിലും റോമൻ ഗവൺമെൻറ്റിന് അവർ ഉന്നത വ്യക്തികൾ തന്നെ. എന്നാൽ സ്തോത്രം, പരീശന്മാരെ, ഹല്ലേലൂയ സ്തോത്രം, ചുങ്കക്കാരെ അകറ്റി നിർത്തിയിരിക്കുമ്പോൾ നോക്കണം, ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറവാനായിട്ട് ആഗ്രഹിച്ച ഒരു ചിന്ത, അവഗണിക്കപ്പെട്ടത്, ആർക്കും വേണ്ടാത്തത്, ആരും സ്തോത്രം അധികം പരിഗണന കൊടുക്കാത്തത്, അതിനെയൊക്കെയാണ് യേശു, ഹല്ലേലൂയ സ്തോത്രം, തന്നോട് ചേർത്ത് പിടിച്ചത് എന്നറിയണം. സ്തോത്രം. താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നോക്കണം, ആ 12 ശിഷ്യന്മാരിൽ സമൂഹം പരിഗണിക്കാത്തവരെ, ഗലീല എന്ന് പറഞ്ഞാൽ സ്തോത്രം വേണ്ടത്ര സംസ്കാരം പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. കാരണം യെരൂശലേമിലാണ് സംസ്കാരമുള്ള കമ്മ്യൂണിറ്റി ഉള്ളത്. ഗലീലക്കാരെന്ന് പറഞ്ഞാൽ തന്നെ അവര് സംസ്കാരമില്ലാത്തവരും ആ കൂട്ടത്തിൽ അവഗണിക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, മുക്കുവരാണ് ഇവർ. ഹല്ലേലൂയ. അപ്പോൾ അവഗണിക്കപ്പെട്ടതിനെ പരിഗണിക്കുന്ന യേശുവിനെ നാം കാണുന്നു. സ്തോത്രം. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് നിർത്തട്ടെ ദൈവമക്കളെ. സ്തോത്രം. ഈ ശിഷ്യന്മാരുടെ ഈ ശുശ്രൂഷയുടെ ഒരു ക്വാളിറ്റി അവിടെ ഇരിക്കുന്നത്, വക്കോളം നിറച്ചു എന്ന്. അവർക്ക് വേണമായിരുന്നെങ്കിൽ സ്തോത്രം കുറച്ച് നിറച്ചിട്ടങ്ങ് നിർത്താമായിരുന്നു. യേശു പറഞ്ഞതല്ലേ, കുറച്ച് നിർത്താമായിരുന്നു. പക്ഷേ അല്ല, അവർ വക്കോളം നിറച്ചു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെയാണത്. ദൈവം എന്ത് ചെയ്താലും നിറച്ച കൊടുക്കുന്നത്. സ്തോത്രം. ആ ക്വാളിറ്റി ഈ ശുശ്രൂഷകരിലും കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ മടിയില്ലാത്ത, നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ വക്കോളം നിറയ്ക്കത്തക്ക രീതിയിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ. ഇന്ന് പകൽക്കാലം ഈ ചിന്ത ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നൊരു വീട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. 2, സ്തോത്രം, യേശു അത്ഭുതത്തിന് ഉപയോഗിച്ചത് അവഗണിക്കപ്പെട്ട ഇതിനെ എന്ന് വെച്ചാൽ കൽപ്പാത്രവും ശുശ്രൂഷകരും. പ്രൈസ് ദി ലോർഡ്. 3, സ്തോത്രം, ആ ശുശ്രൂഷകരിൽ നമ്മൾ കാണുന്ന ആ ക്വാളിറ്റി, നിറവ് എന്നുള്ളത്. അവർ നിറച്ച്
പാത്രം നിറച്ച് വെള്ളം നിറയ്ക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കൽപ്പാത്രം നിറച്ചു വെള്ളം ഒഴിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, ആ നിറച്ച് വെള്ളം ഒഴിക്കുന്ന ശുശ്രൂഷകന്മാരുടെ തലത്തിലേക്ക് നമുക്കൊന്ന് ഉയരാം. മടി പിടിച്ചിരിക്കുന്നവരായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. അയ്യോ പറഞ്ഞല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്തേക്കാം എന്ന നിലവാരത്തിലേക്കല്ല. നിറച്ച് ചെയ്യുന്ന, ഹല്ലേലൂയ, മനസ്സോടെ ചെയ്യുന്ന ഒരനുഭവം അത് നമുക്കുണ്ടാകണം. ആ ശുശ്രൂഷകന്മാരുടെ ആ ക്വാളിറ്റി നമുക്കുണ്ടാകണയാകട്ടെ. മറ്റൊന്നും ഈ പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് പറയുമ്പോൾ നമ്മളാൽ ആവോളം എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഹല്ലേലൂയ, വക്കോളം നിറയ്ക്കുന്ന ആ ശുശ്രൂഷകന്മാരുടെ ഒരു മനസ്സിലേക്ക് നമുക്കൊന്ന് ഉയരാം. അതിനായിട്ട് ഈ ചിന്ത നമ്മളെ സഹായമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മടിയും, സ്തോത്രം, എന്തിന് എന്നുള്ള ആ ചിന്താഗതിയിലല്ല, മനസ്സോടെ നിറച്ച്, ആ വക്കോളം നിറച്ച് ആ ശിഷ്യന്മാർ, ഹല്ലേലൂയ, ശുശ്രൂഷകന്മാർ ചെയ്ത പോലെ നമുക്കും ആകാം. കർത്താവിനെ സേവിക്കുമ്പോഴും കർത്താവ് പറയുമ്പോൾ ചെയ്യുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെ. ആ ഒരവസ്ഥയിലെ കർത്താവ് നമ്മളെ നടത്തട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നീച്ചനായ കർത്താവേ, അതേ കർത്താവേ, ഞങ്ങളിന്ന് ഏറ്റവും അധികം ചിന്തിച്ചത്, കർത്താവ് ഏറ്റവും അധികം എന്നെ സ്പർശിച്ചത്, കർത്താവെ, അങ്ങ് ശുശ്രൂഷകരോട് പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചെന്ന്, വക്കോളം നിറച്ചു. കർത്താവെ, ഹല്ലേലൂയ, മടിയരായിട്ടല്ല ഉത്സാഹമുള്ളവരായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടപ്പോൾ, അതെ, അങ്ങയുടെ വേല ഉത്സാഹത്തോടെ ചെയ്യാൻ, അങ്ങ് പറയുന്നത് പൂർണ്ണ, ഹല്ലേലൂയ, സ്തോത്രം, പൂർണ്ണതയിൽ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആ മേഖലയിൽ സഹായിക്കണമേ. അതിനായി കർത്താവ് ഈ വചനം ജനത്തിന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വീകരിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവദിനത്തിലൂടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.